ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്റേണൽ ഏരിയാസ് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ലീക്ക് ഉണ്ടായിട്ടുള്ളത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഫാൾ സീലിംഗ് ഡാമേജ് ആവാനുള്ള പ്രധാന കാരണം റൂഫിൽ കെട്ടിനിന്ന വെള്ളം ഫാൾ സീലിംഗിലേക്ക് സ്പ്രെഡ് ആയതുകൊണ്ടാണ്. പുറത്തുള്ള പ്ലംബിംഗ് സിസ്റ്റം മെയിൻ ലീവിംഗ് ഏരിയയിലൂടെ ചേർന്ന വാളിൻ്റെ ഉള്ളിലൂടെ കടത്തിവിട്ടതുകൊണ്ട് അവിടെയുള്ള ഈർപ്പം കാരണം സീലിംഗിന് അത് ഡാമേജ് വന്നിട്ടുണ്ട്. ഇന്റേണൽ വാൾസിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള ലീക്സ് കൊണ്ട് പെയിന്റും പുട്ടിയുമെല്ലാം കേടുവരികയും അതോടൊപ്പം തന്നെ ഇന്റീരിയർ എലമെന്റ്സ് ആയിട്ടുള്ള വാൾപേപ്പർ കാര്യങ്ങളെല്ലാം ഡാമേജ് ആവുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായി വാൾസ് എല്ലാം നമ്മൾ ക്ലീൻ ആക്കുകയാണ് ചെയ്യേണ്ടത്. ക്ലീൻ ആക്കുമ്പോൾ ഡാമേജ് ആയിട്ടുള്ള പെയിന്റും പുട്ടിയും എല്ലാം നമ്മൾ ഒരു പുട്ടി നൈഫോ ബ്ലേഡോ വെച്ചിട്ട് ചിപ്പ് ചെയ്ത് കളയുന്നുണ്ട്. ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം വാൾസിലുള്ള ക്രാക്സ് എല്ലാം ആക്രിലിക് ക്രാക്ക് ഫില്ലർ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ വാൾസിൽ എപ്പോക്സി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രീത്തബിൾ വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു കോട്ടിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പെയിന്റോ പുട്ടിയോ ചുമരിലേക്ക് അടിക്കുകയാണെങ്കിൽ ചുമരിന്റെ ഉള്ളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം പുറത്തേക്ക് വന്ന് പെയിന്റിനെയും പുട്ടിയെയും ഡാമേജ് ആക്കും. ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫ് കോട്ടിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ ചുമരിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ പ്രശ്നം പുറത്തേക്ക് വരാതിരിക്കുകയും സോൾട്ടും മിനറൽസും പുറത്തു വന്ന് പെയിന്റിനെയും പുട്ടിയെയും മറ്റ് ഇന്റീരിയർ എലമെന്റ്സിനെയും ഡാമേജ് ആക്കാതിരിക്കാനായിട്ടാണ് എപ്പോക്സി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫ് കോട്ടിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 2 കോട്ട് വരെയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുക. എപ്പോക്സി ബേസ്ഡ് ആയിട്ടുള്ള ബ്രീത്തബിൾ വാട്ടർ പ്രൂഫ് കോട്ടിംഗ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് വാളിൽ നമ്മൾ പുട്ടി അപ്ലൈ ചെയ്യുന്നത്. പുട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് പുട്ടി കട്ട് ചെയ്ത് ഫിനിഷിംഗ് ഉറപ്പുവരുത്തുന്നുണ്ട്. വീടിൻ്റെ അകത്ത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അകത്തുള്ള വസ്തുക്കളൊന്നും ഡാമേജ് ആവാതെ വേണം വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തുള്ള പല വസ്തുക്കളും നമുക്ക് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടും മൂടിയിടേണ്ടതായിട്ടും എല്ലാം വരുന്നുണ്ട്. പുട്ടി ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞ് വാളെല്ലാം പ്രോപ്പർ ഫിനിഷ് ആയതിനു ശേഷം നമുക്ക് പെയിന്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ പ്രീമിയർ എമൽഷൻ ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളർ പെയിന്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്.
അതുകൂടാതെ തന്നെ ഡോറിൻ്റെ എഡ്ജസിലും വിൻഡോ ഗ്രിൽസിലും സ്റ്റെയർ കേസിൻ്റെ ഫ്രെയിമിന് താഴെയുള്ള മെറ്റൽ സർഫസിലുമെല്ലാം നമ്മൾ ഇനാമൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. വാട്ടർ പ്രൂഫിംഗ് വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഒരു സ്നാക്ക് ചെക്കിംഗ് നടത്താറുണ്ട്. അപ്പോൾ പെയിൻറ്റിനും പുട്ടിക്കൊക്കെ എന്തെങ്കിലും ഡാമേജുകളോ നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്യാനായിട്ടാണ് ഇതേപോലുള്ള സ്നാക്ക് ചെക്കിംഗ് എല്ലാം നടത്തുന്നത്. മേജർ ആയിട്ടുള്ള നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് വർക്ക്സുകളിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വർക്ക്സ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കാറുള്ളത്. ഉദാഹരണം ചെറിയ ചെറിയ പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സുകളോ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സുകളോ ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സുകളോ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ആസ്ബറ്റോസ് ഷീറ്റിന്റെ സ്ലോപ്പ് കുറവായത് കാരണം ശക്തമായ മഴയുണ്ടാവുന്ന സമയത്ത് അതിന്റെ വിടവുകളിലൂടെ ലീക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. ആ വിടവുകളിലൂടെ ലീക്ക് ഉണ്ടാവാതിരിക്കാൻ പോളിയൂറത്തേൻ സീലന്റ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. വാട്ടർ പ്രൂഫിംഗ് വർക്ക്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്റേണൽ ഏരിയാസിലുള്ള പൊടിയും പെയിന്റും എല്ലാം മുഴുവനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. വീടിന്റെ അകത്ത് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം നാൾ നിലനിൽക്കുന്ന വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്ട്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടിന്റെ ഇന്റേണൽ വാൾസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമ്പിനെസ് വന്നു കഴിഞ്ഞാൽ അത് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഡാമ്പിനെസ് എങ്ങനെ വന്നു എന്ന് കണ്ടെത്തലാണ്. അങ്ങനെ ഡാമ്പിനെസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തി അത് കൂടുതൽ നനവാവാതിരിക്കാനാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സാധാരണയായി ഇന്റേണൽ വാൾസിൽ ഇതുപോലുള്ള ഡാമ്പിനെസ് വരാൻ സാധ്യതയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നമ്മുടെ വീടിന്റെ റൂഫ്. അപ്പോൾ റൂഫിൽ നിന്ന് താഴേക്ക് വെള്ളം വരാം. അതുപോലെ തന്നെ ഓവർഹെഡ് ടാങ്കുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ലീക്കായിട്ട് വെള്ളം വരാം. അതുപോലെ സൺഷെയ്ഡിൽ നിന്ന് വരാം. എക്സ്റ്റേണൽ വാളിലോ ടെറസിലോ ക്രാക്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ലീക്കേജ് ഉണ്ടാവാം. അതുപോലെ നമ്മുടെ ടെറസിൽ ചെടി വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നനവ് അകത്തേക്ക് വരാം. അതുപോലെ തന്നെ വീടിന് പുറത്തുള്ള ഇലക്ട്രിക്കൽ പോയിന്റുകൾ ഓപ്പൺ ആയിട്ടിരുന്നാൽ ആ പോയിന്റിലൂടെയെല്ലാം വാളിൻ്റെ അകത്തേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിക്കൽ ലൈൻസിലൂടെയുള്ള ലീക്ക് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ വാളിലൊക്കെ സ്ട്രെയിറ്റ് ലൈനിൽ ലീക്ക് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം ഇലക്ട്രിക്കൽ ലൈൻസിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ലീക്ക് ഉണ്ടായ സ്ഥലത്തെ വാട്ടർ പ്രൂഫ് ചെയ്ത് ശരിയാക്കലാണ്. അപ്പോൾ സാധാരണയായി നമ്മുടെ വീടിൻ്റെ അകത്തെ ചുമരുകളിൽ ഇതുപോലുള്ള ലീക്കോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുക. പക്ഷേ പുട്ടിയും പെയിൻറ്റും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വെറ്റായിട്ടുള്ള ഭാഗം നമ്മൾ ആദ്യം തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യണം. കാരണം നമ്മൾ രണ്ടാമത് പെയിൻറ്റും പുട്ടിയും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പെയിൻറ്റിനും പുട്ടിക്കും ലൈഫ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വെറ്റായിട്ടുള്ള സർഫസ് എല്ലാം നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത് ശരിയാക്കിയതിന് ശേഷം മാത്രമേ പെയിൻറ്റിങ് ചെയ്യാൻ പാടുള്ളൂ. പെയിൻറ്റിങ്ങിനും പുട്ടിക്കും മുൻപ് വാട്ടർ പ്രൂഫ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ ഡാമ്പിനെസ് വന്നിട്ടുള്ള വാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി വെള്ളം സ്റ്റോർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കെട്ടിനിൽക്കുന്ന വെള്ളം പൂർണ്ണമായിട്ടും ബ്രീത്ത് ഔട്ട് ചെയ്തു പോവാൻ കുറഞ്ഞതൊരു 6 മാസമെങ്കിലും സമയമെടുക്കും. ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഇതുപോലെ വെള്ളം കെട്ടിനിൽക്കുന്നതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്തു പോവുകയുമില്ല. പ്രത്യേകിച്ച് ടോയ്ലറ്റ് പോലുള്ള സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള ലീക്കേജ് ആണെങ്കിൽ ഒരുപാട് നാൾ വെള്ളം അവിടെ സ്റ്റോറായി കിടക്കുകയാണ് ചെയ്യുക.
അപ്പോൾ ഇതുപോലെ ഡാമേജ് ആയിട്ടുള്ള വാൾസിലാണ് നമ്മൾ ഡയറക്റ്റ് പെയിൻറ്റും പുട്ടിയും അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ പെയിൻറ്റിനും പുട്ടിക്കും അത് ഡാമേജ് ഉണ്ടാവുകയും അതുപോലെ ഇൻറ്റീരിയർ എലമെൻറ്റ്സ് ആയിട്ടുള്ള വെനീർ, പ്ലൈവുഡ്, ലാമിനേഷൻ എന്നീ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ഇൻറ്റീരിയർ എലമെൻറ്റ്സ് എല്ലാം ഡാമേജ് ആവുകയും ചെയ്യും. ഇതുകൊണ്ട് മാത്രമാണ് ആദ്യം തന്നെ നമ്മൾ നനവുള്ള ഭാഗത്തെ വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം പുട്ടിയും പെയിൻറ്റും അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇൻറ്റേർണൽ വാൾസിലെ പ്ലാസ്റ്ററിനാണ് ഡാമേജ് വന്നിട്ടുള്ളതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പ്ലാസ്റ്ററിനെ SBR മോഡിഫൈഡ് മോർട്ടാർ ഉപയോഗിച്ചിട്ട് റെക്ടിഫൈ ചെയ്യുകയും പാച്ച് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കുകയും ചെയ്തതിന് ശേഷമാണ് വാട്ടർ പ്രൂഫിങ്ങും പെയിൻറ്റിങ്ങും അപ്ലൈ ചെയ്യുക. ഇൻറ്റേർണൽ ഏരിയാസ് വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ള പ്രൊഡക്ട്സ് നമുക്ക് 2 ടൈപ്പാണ് ഉള്ളത്. അതിലൊന്നാമത്തേത് സിമെൻറ്റീഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതായത് ചുമരിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ നെഗറ്റീവ് പ്രഷറിനെ തടയാൻ കഴിവുള്ള പ്രൊഡക്ട്സ് ആണ്. അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിനു മുകളിൽ പെയിൻറ്റും പുട്ടിയും അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ച് അധികം ഡാമിനസ് വന്നിട്ടുള്ള ചുമരുകൾക്കാണ് സിമെൻറ്റീഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. മാപ്പയുടെ പ്ലാനീസിൽ 88, ഫോസ്റോക്കിൻ്റെ നിറ്റോകോട്ട് CM210 എന്നീ പ്രൊഡക്ട്സുകളാണ് സിമെൻറ്റീഷ്യസ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്ട്സുകളിൽ വരുന്നത്. ഇനി ചുമരുകളിലുള്ള പ്രശ്നം വളരെ മൈൽഡ് ആയിട്ടുള്ളതാണ് എങ്കിൽ, അതായത് ചുമരിൻ്റെ ബാക്കിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ പ്രശ്നം മൈൽഡ് ടു മോഡറേറ്റ് അവസ്ഥയിലാണെങ്കിൽ നമുക്ക് എപ്പോക്സി ബേസ്ഡ് ആയിട്ടുള്ള ബ്രീത്തബിൾ വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ എപ്പോക്സി ബേസ്ഡ് ആയിട്ടുള്ള ബ്രീത്തബിൾ വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സിക്ക എന്ന ബ്രാൻഡിൻ്റെ സിക്ക ഗാർഡ് 67, ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഹൈഡ്രോലോക്ക് എക്സ്ട്രീം, ഫോസ്റോക്കിൻ്റെ ഡാം പ്രൊട്ടക്റ്റ് എന്നീ പ്രൊഡക്റ്റുകളാണ് എപ്പോക്സി ബേസ്ഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് കോട്ടിങ്ങുകളിൽ നമുക്ക് വരുന്നത്.